പ്രിയപ്പെട്ടവരെ, കോവിഡ് കാലം സൃഷ്ടിച്ച ജീവിത പ്രതിസന്ധികൾ മുറിച്ചുകടക്കാൻ കലയാണ് അതിജീവനത്തിന്റെ സമരായുധം. ഒത്തൊരുമിച്ച് തോളോട് തോൾ ചേർന്ന് നാടകം കളിച്ചും പാട്ടുപാടിയും കൂട്ടുകൂടിയും പുതിയ കാലത്തെ പ്രതിസന്ധികളെ വിളിച്ചോതാനുള്ള സാഹചര്യമില്ലല്ലോ. എങ്കിലും ഞങ്ങൾ ഒരുമിച്ചിറങ്ങുകയാണ്. അധ്യാപകരെ, വിദ്യാർത്ഥികളെ, സമൂഹത്തെ ചേർത്തുപിടിച്ച് കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുന്ന നന്മയുടെ ഹൃദയപക്ഷം ചേരാൻ KSTA ബേക്കൽ ഉപജില്ല കലാവേദി ഒരുക്കുന്ന ശബ്ദനാടകം പുലിപ്പേടി ഇന്ന് റിലീസ് ചെയ്യപ്പെടുകയാണ്. നാടിനെ വീണ്ടും വിഴുങ്ങാനെത്തുന്ന തമസിന്റെ ശക്തികൾക്കെതിരെ സമരകാഹളം ഉയരുകയാണ്. കാരിരുമ്പിന്റെ കരുത്തോടെ കേരളത്തെ ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാണിക്കുന്ന കർമ്മധീരതയ്ക്ക് അഭിവാദ്യങ്ങൾ. ബേക്കൽ ഉപജില്ലയിലെ അധ്യാപികമാർ ശബ്ദം നൽകുന്ന ശബ്ദനാടകം പുലിപ്പേടി ഏവരും ആത്യന്തം കേൾക്കണമെന്നും പ്രോത്സാഹനം നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നു. പ്രിയരെ, ഏവർക്കും KSTA ബേക്കൽ കലാവേദിയുടെ അഭിവാദനങ്ങൾ. ഇത് ഒരു മഹാമാരിക്കാലം. നന്മയുടെ പച്ചത്തുരുത്തുകളിൽ ആസുരശക്തികൾ വിഷമഴ പെയ്യിക്കുന്നുണ്ട് ഇവിടെ. അതെ, ഒരു മാരക വൈറസിനേക്കാൾ ആക്രമണശേഷിയുണ്ട് അതിന്. പക്ഷേ തോറ്റോടാൻ, പിന്മാറാൻ വയ്യല്ലോ നമുക്ക്. കാരണം നാം ഓരോരുത്തരും ഓരോ കർമ്മപഥങ്ങളിലാണ്. ആരോ വികൃതമാക്കിയ നാട്ടുനന്മകളെ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ. വീട്ടകങ്ങളിൽ ഒതുങ്ങിക്കൂടാൻ വിധിക്കപ്പെടുമ്പോഴും നാട്ടകങ്ങളിൽ നാടകവുമായി ആടിത്തിമിർക്കാതെ വയ്യ നമുക്ക്. ഞങ്ങൾ വരുന്നു പല ശബ്ദങ്ങളിൽ, പക്ഷേ ഒരൊറ്റ ശബ്ദമായി. നാടകം പുലിപ്പേടി. നാടകം ആരംഭിക്കുന്നു. അതിനു മുമ്പ് അണിയറയിൽ പ്രവർത്തിച്ചവരെ പരിചയപ്പെടാം. പ്രീത GWLPS പള്ളിക്കര, സിനിമോൾ GHSS ഉദുമ, സജിനി ALPS കരിപ്പൊടി, ഫാത്തിബി ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞങ്ങാട്, പ്രസന്ന GHS ബാര, ഹരിപ്രിയ GHSS പെരിയ, സുനിമോൾ GUPS കോട്ടിക്കുളം, ശോഭ GFUPS കോട്ടിക്കുളം, ബാലാമണി GHSS ഉദുമ, രേഷ്മ GMUPS പള്ളിക്കര, ദീപ GHSS രാവണേശ്വരം. സാങ്കേതിക സഹായം KSTA ബേക്കൽ ഉപജില്ലാ കമ്മിറ്റി. സൗണ്ട് റെക്കോർഡിംഗ് ആൻഡ് മിക്സിംഗ് AKV മീഡിയ കാലിക്കടവ്. നാടകരചന സംവിധാനം അനിൽ നടക്കാവ്. രമേ, വാതിൽ തുറന്നേ മോളെ. അച്ഛൻ വന്നു എന്നാ തോന്നുന്നത്. ഓ, വാതിലിപ്പൊ തച്ച് പൊളിക്കും തോന്നുന്നു. വേഗം പോയി തുറക്കുമോളെ. വരുന്നച്ഛാ. അച്ഛാ, അച്ഛാ, അമ്മേ, അച്ഛൻ ഇവിടെ എങ്ങുമില്ല. അയ്യോ അമ്മേ, കറണ്ട് പോയി. കറണ്ട് പോവലേ ഇല്ലല്ലപ്പാ. ഇതെന്ന് പെട്ടെന്ന്. അയ്യോ അമ്മേ, അമ്മേ, പുലി. മോളെ, എന്താ എന്താ? അമ്മേ, അതാ നോക്ക്, തിളങ്ങുന്ന രണ്ട് കണ്ണുകൾ, നേരിയ നിലാവിൽ മഞ്ഞയിൽ കറുപ്പ് വര. അത് പുലി തന്നെയാ, വരേൻ പുലി. ഓടി വരണേ പുലി, ഞങ്ങളെ മുറ്റത്ത് വരേൻ പുലി. പഠിച്ചോനെ, നമ്മളെ സരോജിനിന്റെ വീട്ടിൽ നിന്നല്ലേ കരച്ചില്? ബാ, പോയി നോക്കാം. സരോജിനി, എന്തെന്നായത്? നീ എന്താ ലൈറ്റ് ഒന്നും ഇടാണ്ട് ഇരുട്ടത്ത് വാതിലടച്ചിട്ട്? ആരാ അത്? ഞാൻ തന്നെ, വനജ. നീ ആ വാതിലൊന്ന് തുറക്ക്. നീ എന്താ ലൈറ്റ് ഇടാഞ്ഞിനി? അത് കറണ്ട് പോയി. പഠിച്ചോനെ, ഇവളെന്തെന്നിപ്പാ പരപ്പ് പറയുന്നു? കരണ്ട് വന്നിനോ പോയിന്നറിയാൻ നീ സ്വിച്ചിട്ടിട്ട് വേണ്ടേ? അയ്യോ, അത് ഞാൻ പിന്നെയും നീ സ്വപ്നം കണ്ടു അല്ലേ? പുലീന, വരേം പുലീന. ഖദീജ താത്തക്ക് ഓർമ്മയില്ലേ? 3-4 ദിവസം മുമ്പാ നീ വീട്ടിന്റെ മുറ്റത്ത് പുലീനെ കണ്ടു എന്നും പറഞ്ഞ് ഇവള് നിലവിളിച്ചത്. എന്നിട്ടോ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും
നമ്മളെ പാർട്ടി പിള്ളേരും എത്ര ദിവസം ഊണും ഉറക്കും കളഞ്ഞ് പുലീനെ പരതി നടന്നത്. തന്നെ എന്നിട്ടെന്താ ഇനി? പുലീനെ പോയിട്ട് പുലീന്റെ ഒരു പൂട പോലും കിട്ടിയ. എന്നാലും ഇവളൊരു പുലിപ്പടി ഭയങ്കര എന്നേട്ടാ. അല്ല, ഈ പാവത്തിനെ പറഞ്ഞിട്ടും കാര്യമില്ലല്ല. മനുഷ്യമൃഗങ്ങളെ കൊത്തിപ്പറിച്ച സ്വന്തം മോളുടെ ശരീരം കാണേണ്ടി വന്ന ഒരു അമ്മയല്ലേ ഇവള്. എന്റെ മോളെ. സരോ, നീ പേടിക്കണ്ട. പണ്ടത്തെ കാലല്ല ഇത്, പണ്ടത്തെ നാടല്ല ഇത്. നിന്റെ മോളെ നശിപ്പിച്ചവനെ ഒരാഴ്ചക്കുള്ളിലല്ലേ നിയമത്തിന്റെ മുന്നിലെത്തിച്ച് ഇരുമ്പഴിക്കുള്ളിലാക്കിയത്. വലിയ കൊമ്പത്തെ പണക്കാരനും പ്രമാണിനും മോനും ആയിരുന്നില്ലേ ആ ഹറാം പറപ്പ്? അതെന്തെങ്കിലും നോക്കിയാ നമ്മളെ പോലീസ്? സരോ, നീയൊന്ന് നിന്റെ വീടിന്റെ ചുറ്റും കണ്ണു തുറന്നൊന്ന് നോക്കിയേ. ഈ നാട്ടിലേക്കൊന്ന് നോക്കിയേ. എല്ലാരും എത്ര സമാധാനത്തിലാണ് ജീവിക്കുന്നത്. ഉള്ളത് കൊണ്ട് ഓണം പോലെ. അതാ ഇടുത്ത ജീവിതം. ഖദീജ പറഞ്ഞതാ ശരി. ഒരു മാവേലി നാട്ടിലാ നമ്മളിപ്പോ ജീവിക്കുന്നത്. മാവേലി നാട്ടിൽ. ഈ മാവേലി നാട്ടില് നീ ആരെയാ പേടിക്കുന്നത്? സാരോ, പണ്ട് ഈ നാട് പേടിപ്പെടുത്തുന്ന ഒരിടായിരുന്നു. കള്ളന്മാരും കൂട്ടിക്കൊടുപ്പുകാരും ഇടനിലക്കാരും പുളഞ്ഞു നടന്ന ഒരു നാട്. അതെ, നിലവിളികളുടെ നാട്, ആത്മഹത്യകളുടെ നാട്, നിസ്സഹായരും നിസ്സംഗരുമായി ജീവിക്കാൻ വിധിക്കപ്പെട്ട 10,000. ഓർമ്മയില്ലേ ആ നിലവിളികൾ? എന്റെ മോളെ. മോനെ. എന്റെ മോളെ. മോനെ. എന്റെ മോളെ. എന്റെ മോനെ. ശരിക്കാരുള്ളത് അല്ല സാറന്മാരെ. എന്റെ മോൻ കള്ളനല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നത്? എനിക്ക് അവനെ കാണണം. ഇതെന്താ? ആരെയാ നിങ്ങള് വെള്ള പൊതിപ്പിച്ച് കടത്തിയിരിക്കുന്നത്? സാറേ, ആ കടത്തിയ ഓലപ്പായിൽ നിന്ന് ചോരയിട്ടുന്ന്. സാറേ, അത് എന്റെ മോൻ ഉദയൻ. അയ്യോ, എന്റെ മോനെ തല്ലി ചതച്ച് കരിമിച്ചണ്ടി പോലെ ആക്കിയ മുഖം, തല്ലി ഒടിച്ച കൈകാലുകൾ, എനിക്ക് വയ്യായേ. സാറേ, പാവങ്ങളെ രക്ഷിക്കേണ്ടവരല്ലേ പോലീസുകാരെ? പക്ഷേ നിങ്ങള് കാലന്മാരായില്ലേ. അയ്യോ, എനിക്ക് വയ്യായേ. ദാ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട്, ഇങ്ങോട്ട്. ആകാശം മുട്ടുന്ന ഈ ഫ്ലാറ്റിന്റെ മുകളിലേക്ക്. ഞാൻ കാർത്തിയായനി. പുഴ നികത്തിയും മല നിരത്തിയും നിങ്ങൾ കെട്ടിപ്പൊക്കിയ അനേകായിരം ഫ്ലാറ്റുകളിൽ എന്നെ പോലത്തെ 100 കണക്കിന് അടിച്ചുതളിക്കാരികളുണ്ട്. അതിലൊരുത്തിയ ഞാനും. എന്തിനാ മോളിൽ കേറിയതെന്നോ? ഇവിടുന്ന് താഴേക്ക് ചാടി ചാവാൻ. എന്തിനാ ചാവുന്നേന്നറിയോ? അതറിയണമെങ്കിൽ ആദ്യം എന്റെ മോളെ അറിയണം. പഠിക്കാൻ മിടുക്കിയായിരുന്ന എന്റെ പൊന്നു മോളെ ഉറുമ്പ് സ്വരൂ കൂട്ടി വെക്കുമ്പോൾ അങ്ങനെ സമ്പാദിച്ചിട്ടാ ഞാൻ അവളെ പഠിപ്പിച്ചത്. അവളുടെ വയറ് നിറയ്ക്കാൻ പച്ചവെള്ളം കുടിച്ച് വയറ് മുറുക്കി കെട്ടി നടന്നോളാം ഞാൻ. എന്നോട് നിങ്ങളല്ലേ പറഞ്ഞത് പഠിക്കാൻ ലോൺ കിട്ടുന്നു? നിങ്ങൾ ഒപ്പിടാൻ പറഞ്ഞിടത്തൊക്കെ ഞാൻ ചുണ്ടുപ്പ് വെച്ചു. ലോൺ കിട്ടി, പഠിച്ചു എന്റെ മോള്. പഠിപ്പ് കഴിഞ്ഞു. പക്ഷേ ഓർത്തു പണി എല്ലാം തട്ടിപ്പാന്ന്. ഗുണമില്ലാത്ത കുറെ പഠിപ്പ് കഴിയുമ്പക്ക് അതാ വരുന്നു ബാങ്കുകാരെ വിളി, കത്ത്, രജിസ്റ്റേർഡ്. ഞാൻ ആടന്നു ഇവിടുന്നും വാങ്ങിയ പണത്തിന്റെ പലിശക്കാര് വേറി. എന്റെ പൊന്നു മോളോട് എന്തിന് മധ്യവയസ്സ് കഴിഞ്ഞ എന്നോട് പോലും പറഞ്ഞില്ലേ നിങ്ങളെ? ഒരു ഉളുപ്പില്ലാതെ ഒന്ന് കിടക്ക വിരിച്ച എല്ലാ പ്രശ്നവും തീരുന്നു. എന്റെ മോള് പ്രശ്നം തീർത്തു. ഓളെ ദേഹത്തിന് വിലയിട്ട ആ പ്രമാണിക്ക് മുന്നിൽ അവൾ സ്വയം കത്തി അമർന്നു.
പൊളിച്ചു തിന്നോടാ വെന്തു തീർന്നാലെന്നും പറഞ്ഞ് അവൾ സ്വയം വിപ്ലവകാരിയാ എന്റെ മോള്. അവളുടെ അമ്മയാ ഞാൻ. ഞാൻ ഇവിടെ നിന്ന് ചാടി ചിന്നിച്ചിതറിത്തെറിക്കും. പെരുകുന്ന കടത്തിന്റെ പ്രതീകമായി. അങ്ങനെ ഈ നാട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കത്താൻ തുടങ്ങുമ്പോഴാണ് ആ മനുഷ്യൻ, നമ്മളിൽ പലരും ധാർഷ്ട്യക്കാരൻ എന്ന് വിളിക്കുന്ന ആ മനുഷ്യൻ ഈ നാടിന്റെ സാരഥ്യമേൽക്കുന്നത്. നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും. അതാണ് കിടവക. പെൻഷൻ പണം വീട്ടിന്റെ വാതിക്ക, ഉള്ളം കയ്യില് പിടക്കുന്ന നോട്ട്. വയസ്സ് 80 ഇതാദ്യായിട്ടാണ് ഇങ്ങനെ വീട്ടിന്റെ വാതിക്ക പൈസ. ഞാൻ വിചാരിച്ചിനി പട്ടിണി പാവങ്ങളായ നമ്മളോട് കൊണം വരണം എന്ന് പറഞ്ഞ് പൈസ അങ്ങോട്ട് വാങ്ങുന്ന തെയ്യങ്ങളും നേർച്ചക്ക് രസീതാക്കിയിട്ട് പണം പിടുങ്ങുന്ന ദൈവങ്ങൾ മാത്രമേ ഇല്ലുന്ന. പക്ഷെങ്കില് ഇങ്ങോട്ട് പണം തരുന്ന, ജീവിതം തരുന്ന ജീവനുള്ള ദൈവത്തെ ഞാൻ എന്നാ കോത്താഴത്തെ ഭരണമായത്. എവന്മാരെ അധികകാലം വെച്ച് പൊറിപ്പിച്ചുവിടാട്ടാ. വിമോചന സമരത്തിന്റെ ഗുലാഞ്ചിട്ട് നമ്മളെ കയ്യില എപ്പോഴും കടന്ന് മറിയുന്നുണ്ടാ. എന്നാ മറിയച്ചെടുത്തിയേ? എന്നാ സംഗതി? എന്നാ പറയണ്ട എന്റെ ത്രേസ്യ കൊച്ചെ. നിനക്കറിയാം, ചെറുക്കൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ടാ അതിയാൻ ഇവിടെ ഒരു നഴ്സറി സ്കൂൾ തുടങ്ങിയത്. 3-4 കൊല്ലം നല്ല ലാഭത്തിലായിരുന്നു സംഗതി നടന്നാ പോയത്. 10,000-ങ്ങളായിരുന്നു തലയൊന്നിന് എണ്ണി വാങ്ങിക്കൊണ്ടിരുന്നത്. പെട്ടെന്നല്ലയോ ഇതുവരെ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ആ സർക്കാർ LP സ്കൂൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം എന്നും പറഞ്ഞ് സർക്കാർ ഏറ്റെടുത്തത്. ഇപ്പൊ എടാ ഊവേ, ആ സ്കൂൾ ഒന്ന് കാണണം. എല്ലാ ക്ലാസ്സിലും കമ്പ്യൂട്ടർ, ചിലതിൽ AC, കെട്ടിലും മട്ടിലും മാറിയ ആ സ്കൂള് അമേരിക്കയിലും മറ്റോ ആണെന്നേ ഇപ്പൊ ആര് കണ്ടാലും പറയും. അതൊരു നല്ല കാര്യമല്ലയോ? നാടിന് നല്ല കാര്യം തന്നെ. പക്ഷെ ഇതേ കൊച്ചുങ്ങളെയൊക്കെ ഇവിടെ നിന്ന് വലിച്ച് രക്ഷിതാക്കള് അവിടെ ചേർത്തില്ലയോ. ഞാനിപ്പം ഈച്ചേനെ ആട്ടി ഇരിക്കലല്ലയോ. ആ ഗുലാഞ്ചീട്ട് ഇറക്കിയേ പറ്റൂന്ന സാമുദായിക നേതാക്കൾ എല്ലാരും ഒരേ ശബ്ദത്തിൽ പറയുന്നത്. ഒന്നും മാണ്ടി വരൂല. ഈ മലവെള്ളപ്പാച്ചിലിൽ, ഈ പ്രളയത്തിൽ ഒലിച്ചു പോകും ഈ ഭരണം. ഈ കണ്ടോ? നമ്മുടെ സംസ്ഥാനത്തെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. ഈ കാലവർഷക്കെടുതി കുറച്ച് നാളായല്ലോ നമ്മുടെ നാട്ടിൽ ആരംഭിച്ചു. എല്ലാവരും സഹായിക്കാൻ തയ്യാറാകുന്നുണ്ട്. നല്ല രീതിയിൽ ഉള്ള സഹായങ്ങൾ നമ്മെ തേടി വരുന്നുണ്ട്. എല്ലാവരും ഒന്നിച്ചു നിന്നു. ഒന്നിച്ചു നിർത്താൻ പറ്റി നമുക്ക്. എന്നാൽ ആ കൂട്ടായ്മയെയും ആ ഇരുട്ടിന്റെ ശക്തികൾ ഭയപ്പെട്ടു. ഈ ശാന്തി തീരത്ത് അശാന്തിയുടെ വിത്ത് വിതയ്ക്കാൻ അവരെത്തി. ആ കോമാളിക്കൂട്ടങ്ങൾ. ഭാരത് മാതാ കീ ജയ്, മഹാത്മാ ഗാന്ധി കീ ജയ്. ജയ് ഭാരതാംബ, ജയ് ജയ് ദേശസ്നേഹം. ഹി 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 ഹി. മതി മതി, അഴിമതി അഴിമതി. എവിടെ കോടികൾ, പിരിച്ചെടുത്ത കോടികൾ? അതെ, ഞങ്ങൾക്ക് ഈ മാധ്യമ കൂട്ടങ്ങൾക്ക് അറിയണം കണക്കുകൾ. ഈ കോമാളികൾക്കറിയണം എവിടെ പിടിച്ചെടുത്ത കോടികൾ. അല്ലയോ കോമാളിക്കൂട്ടങ്ങളെ, വിവരാവകാശ നിയമം
നടപ്പിലുള്ള രാജ്യമല്ലേ ഇത്? അറിയുമല്ലോ എല്ലാം. 10 രൂപയുടെ മുദ്രക്കടലാസിൽ എഴുതി ചോദിക്ക്. അറിയാം കണക്കും കാര്യവും. ശാന്തം പാപം. ഞങ്ങൾക്ക് നിയമത്തിൽ വിശ്വാസമില്ല. മാധ്യമക്കൂട്ടങ്ങൾക്കോ? നമുക്ക് എല്ലാം അറിയാം, പക്ഷേ അറിവില്ലെന്ന് നടിക്കും. കാരണം നമ്മൾ നൂൽപ്പാവകൾ, ചരട് വലിക്കുന്നവന്റെ താളം. അതിനൊത്ത് നമ്മൾ തുള്ളും. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. കോഴിക്കോട് ജില്ലയിൽ നിപ വൈറസ് സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. നിനക്ക് ഓർമ്മയില്ലേ ഖദീജെ? സർക്കാരിനൊപ്പം നിന്ന ജനങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, സ്വന്തം ജീവൻ ബലി നൽകിയ ലിനി എന്ന മാലാഖ പെൺകുട്ടി. അവളുടെ കുടുംബത്തെ ചേർത്ത് പിടിച്ചു ഈ ജനകീയ സർക്കാർ. നിപ്പയെ പിടിച്ചു കെട്ടി. മറ്റേതൊരാളും പരാജയപ്പെടുന്നിടത്ത് കേരളത്തിന്റെ ടീച്ചറമ്മ വിജയിച്ചത് ചരിത്രം. പിന്നെയും വന്നു 2ാം പ്രളയം. തളർന്നു നമ്മള്? ഇല്ല. എങ്ങനെ തളരാൻ? 1ാം പ്രളയത്തിൽ ചെളി മൂടിയ നാടും വീടും വൃത്തിയാക്കുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് മുമ്പിൽ എല്ലാരും പകച്ചു നിന്നപ്പോ നാളെ രാവിലെ മുതൽ ഇറങ്ങുകയല്ലേ നമ്മള് എന്ന് പറഞ്ഞ് മുന്നിൽ നടന്ന ആ മനുഷ്യന്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ കേരളം തോൽക്കുകയോ? ഇല്ല, നമ്മള് തോൽക്കൂല. പിന്നെ ലോകത്തെ വിറപ്പിച്ച കോവിഡ് എന്ന മഹാമാരി ഈ കൊച്ചു കേരളത്തെയും വിഴുങ്ങാനാഞ്ഞപ്പോൾ ലോകത്തിന് തന്നെ മാതൃകയാക്കിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ. 95 വയസ്സിൽ രോഗം ബാധിച്ചും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു ഒരു മുത്തശ്ശി അമ്മയെ ഈ കൊച്ചു കേരളം. അതേസമയം സ്വദേശത്ത് ചത്തുവീഴുന്ന ബന്ധുക്കളെ കണ്ട് നിലവിളിച്ചു ഈ കൊച്ചു കേരളത്തിലെത്തിയ വിനോദസഞ്ചാരികൾ. പക്ഷെ അവരെ സൗജന്യമായി ചികിത്സിച്ചു നമ്മൾ. രാജ്യം അടഞ്ഞുകിടന്നപ്പോൾ തെരുവ് പട്ടികൾ പോലും പട്ടിണി കിടക്കരുതെന്ന് ഉറപ്പിച്ചു. സൗഹൃദത്തിന്റെ 100 കണക്കിന് സാമൂഹ്യ അടുക്കളകൾ, അതിഥികളെ പോലെ പരിഗണിക്കപ്പെട്ട അന്യദേശ തൊഴിലാളികൾ. അതേസമയം രോഗവ്യാപനം തടയാൻ കൈക്കൊണ്ട കർശന നടപടികൾ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നപ്പോൾ മുഴുവൻ കുട്ടികൾക്കും ലഭ്യമാക്കിയ ഓൺലൈൻ ക്ലാസുകൾ. അങ്ങനെ പുൽനാമ്പിനെയും പുഴുവിനെയും മണ്ണിനെയും മനുഷ്യനെയും പ്രകൃതിയെയും പ്രപഞ്ചത്തെയും സംരക്ഷിക്കാൻ കരുത്തുള്ള ഒരു സർക്കാർ ഉള്ളപ്പോൾ സ്വപ്നത്തിൽ മാത്രം കടന്നു വരുന്ന ഒരു പുലിയെ നീ എന്തിനാ സരോ വെറുതെ പേടിക്കുന്നത്? പക്ഷേ നമ്മളെല്ലാരും പേടിക്കേണ്ട ഒരു പുലിക്കൂട്ടുണ്ട്. പെരുന്നുണകളെ നിരത്തി ഈ നാടിന്റെ നന്മയ്ക്കുമേൽ ചെളിവാരി എറിയാൻ കച്ചകെട്ടിയിറങ്ങിയ ഒരു കോമാളിക്കൂട്ടം. അതിനെ നമ്മൾ പേടിക്കണം. നീ കേൾക്കുന്നില്ലേ? പെരും നുണകളുടെ അന്തിച്ചർച്ചകളിൽ അവർ ആഘോഷിച്ചില്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഒരു നാടിന്റെ നന്മയെയാണ്. പക്ഷേ ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും മനസാക്ഷിയുള്ളവർ തള്ളിപ്പറയില്ല ഈ നാടിന്. പറ, നിങ്ങൾക്ക് കഴിയുമോ പേടിക്കാതെ അന്തിയുറങ്ങാൻ ഒരു കൂര തന്ന ഈ നന്മയെ തള്ളിപ്പറയാൻ? ജീവിക്കാൻ മാന്യമായ ഒരു തൊഴിൽ തന്ന ഈ സ്നേഹത്തെ തള്ളിപ്പറയാൻ? പണക്കാർക്കു മാത്രം കിട്ടുമെന്ന് വിചാരിച്ച ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കു നൽകിയ നിങ്ങളുടെ ഗുരുനാഥന്മാരെ നിങ്ങൾ നിന്ദിക്കുമോ? വാർദ്ധക്യത്തിൽ ആശ്വാസത്തിന്റെ ഊന്നുവടികളായി എത്തുന്ന നിങ്ങൾക്ക് പിറക്കാതെ പോയ നിങ്ങളുടെ മക്കളെ നിങ്ങൾ മറക്കുമോ? മരുന്നും ശുശ്രൂഷയും നൽകി മനുഷ്യനെ പോലെ ജീവിക്കാൻ പഠിപ്പിച്ച ഈ തെരുവിന്റെ മക്കൾ മറക്കുമോ ഈ നന്മ മരങ്ങളെ? കേൾക്കുന്നില്ലേ സരോ? 10,000ങ്ങളുടെ നേരനുഭവങ്ങൾ. പിന്നെ നീ എന്തിനു പേടിക്കണം? ആശ്വാസത്തിന്റെ തുരുത്തിൽ നീ ഒറ്റയ്ക്കല്ല എന്നറിയുക. ഒന്നറിയുക, കരുത്തുറ്റ കരത്തിന്റെ പിൻബലമുണ്ട് നമുക്ക്. സാമൂഹിക സുരക്ഷ എല്ലാവർക്കും. ക്ഷേമപരിശീലകൾ വർദ്ധിപ്പിക്കും. കേരളത്തിലെ ഭൂമി പദ്ധതി ചട്ടങ്ങൾ പ്രകാരം 1,60,000 പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. മുഴുവൻ വിദ്യാലയങ്ങളും 80 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യം. കുടുംബശ്രീക്ക് ബാങ്കുകളിൽ നിന്ന് 4% പലിശയ്ക്ക് ഇന്ത്യയിലെ വായ്പ ഉറപ്പാക്കി. ആദ്യത്തെ ഡിജിറ്റൽ വിദ്യാഭ്യാസ സംസ്ഥാനം നമ്മുടെ കേരളം.